അനന്തരം ആ സർവേശ്വരൻ പ്രപഞ്ച സൃഷ്ടിക്കായി പ്രയാസപ്പെടുന്ന ബ്രഹ്മാവിൻ്റെ ആവശ്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ സമൂഹത്തെ ശമിപ്പിക്കാനായി പ്രേമവായ്പോടെ അരുൾ ചെയ്തു. അല്ലയോ വേദങ്ങളെ ഗർഭം ധരിച്ചവനെ, ആലസ്യമില്ലാതെ സൃഷ്ടികർമ്മത്തിനായി ഉത്സാഹം കൈക്കൊള്ളുക. അങ്ങ് എന്താണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് അത് മുന്നേ തന്നെ ഉണ്ടാക്കപ്പെട്ടതാണ്. ഹേ ബ്രഹ്മൻ, അങ്ങ് തപസ്സിനെയും എന്നെ ആശ്രയിച്ചുള്ള വിദ്യകളെയും വീണ്ടും അനുഷ്ഠിക്കുക. അപ്പോൾ മറഞ്ഞു നിൽക്കുന്ന ലോകങ്ങളെ ദർശിക്കാനുള്ള കഴിവ് ഹൃദയത്തിൽ അങ്ങേക്ക് ലഭിക്കുന്നതാണ്. അല്ലയോ ബ്രഹ്മൻ, ഭക്തിയോടെയും ഏകാഗ്രതയോടെയും തന്നിലും ലോകത്തിലും വ്യാപിച്ചിരിക്കുന്ന എന്നെയും എന്നിൽ വ്യാപിച്ചിരിക്കുന്ന ലോകങ്ങളെയും ജീവന്മാരെയും അങ്ങ് കണ്ടുകൊള്ളുക. ഉണങ്ങിയ വൃക്ഷങ്ങളിൽ അഗ്നി എപ്രകാരമാണോ ഉൾച്ചേർന്നിരിക്കുന്നത്, അതുപോലെ സകല ഭൂതങ്ങളിലും ഉൾച്ചേർന്നിരിക്കുന്ന എന്നെ എപ്പോൾ ഈ ലോകം മനസ്സിലാക്കുന്നുവോ അപ്പോൾ മാത്രമാണ് കർമ്മജന്യങ്ങളായ പുണ്യപാപങ്ങൾ ക്ഷയിച്ചു പോകുന്നത്. ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഗുണങ്ങൾ, ചിത്തവൃത്തികൾ എന്നിവയോട് ചേരാതെ ജീവികളിൽ നിൽക്കുന്ന ആത്മരൂപനും ഈശ്വരനും ഒന്നു തന്നെയാണെന്ന് എപ്പോഴാണ് ഈ ലോകം തിരിച്ചറിയുന്നത് അപ്പോഴാണ് അവർക്ക് മോക്ഷം ലഭിക്കുന്നത്. പലതരം കർമ്മങ്ങളിലൂടെ അനേകം പ്രജകളെ സൃഷ്ടിക്കുവാൻ ഇച്ഛിക്കുന്ന അങ്ങയുടെ അന്ധകരണം ഒന്നിലും തളരുന്നതല്ല. കാരണം എൻ്റെ അനുഗ്രഹം അത്രയും ശക്തിമത്താണ്. വർദ്ധിച്ച പാപത്തോടെയുള്ള രജോഗുണം ആദ്യത്തെ ഋഷിയായ അങ്ങയെ ബന്ധിക്കില്ല. കാരണം പ്രജാസൃഷ്ടിയാണ് അങ്ങയുടെ കർമ്മമെങ്കിലും മനസ്സ് എന്നിൽ ബന്ധിതമാണ്. ഞാൻ ശരീരികൾക്ക് അറിയപ്പെടാൻ കഴിയാത്തവനാണെങ്കിലും അങ്ങേക്ക് ഇന്ന് എന്നെ അറിയാൻ കഴിയുന്നു. കാരണം എനിക്ക് ഭൂതങ്ങളോടും ഇന്ദ്രിയങ്ങളോടും അവയുടെ ഗുണങ്ങളോടും അഹങ്കാരം തുടങ്ങിയവയോടും ബന്ധമില്ലാത്തവനാണെന്ന് അങ്ങ് മനസ്സിലാക്കുന്നുണ്ട്. എന്നെ അന്വേഷിച്ച് അങ്ങ് താഴെ നിന്ന് വന്ന നാളത്തിലൂടെ സലിലത്തിലൂടെ അതിൻ്റെ ഉത്ഭവം തേടി അലഞ്ഞപ്പോൾ അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ആത്മസ്വരൂപം കാണിച്ചു തന്നു. അല്ലയോ ബ്രഹ്മൻ, എന്നെ വാഴ്ത്തിക്കൊണ്ട് അങ്ങ് സ്തുതിച്ചതും അങ്ങേക്ക് തപസ്സിൽ ഏകാഗ്രത ഉണ്ടായതും എല്ലാം എൻ്റെ അനുഗ്രഹത്താലെന്ന് അറിയുക. ഞാൻ അങ്ങിൽ പ്രീതനായിരിക്കുന്നു. അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. എന്തെന്നാൽ ലോകങ്ങളുടെ പരിപാലനത്തിനായി ഇച്ഛിച്ചതുമൂലം സഗുണനായിരിക്കുന്ന എന്നെ നിർഗുണനായി അങ്ങ് വർണ്ണിച്ച് സ്തുതിച്ചുവല്ലോ. പതിവായി ഈ സ്തോത്രം കൊണ്ട് ഏതൊരാളാണോ എന്നെ സ്തുതിച്ചു ഭജിക്കുന്നത് അവർക്ക് സർവ്വവരങ്ങളും നൽകി ഞാൻ പ്രസാദിക്കുന്നതാണ്. മനുഷ്യർ സേവനത്തിലൂടെയും തപസ്സിലൂടെയും യോഗങ്ങളിലൂടെയും തുടങ്ങി പലവിധ പുണ്യകർമ്മങ്ങളിലൂടെയും ജീവിതത്തിൻ്റെ പരമലക്ഷ്യം തേടുന്നു. എന്നാൽ കർമ്മങ്ങളുടെയെല്ലാം അന്തിമഫലം ഭഗവാനോടുള്ള ഭക്തിയും ഭഗവത് പ്രീതിയും മാത്രമാവുക എന്നതാണ് യഥാർത്ഥമായ തത്വജ്ഞാനം. ഞാൻ ആത്മാക്കളുടെയെല്ലാം ആത്മാവാകുന്നു. പ്രിയപ്പെട്ടവരിൽ പ്രിയപ്പെട്ടവനും ശുദ്ധനുമാകുന്നു. ആയതിനാൽ എന്നിലെപ്പോഴും രമിച്ചിരിക്കുക. അതിനുവേണ്ടി മാത്രം ദേഹാദികളോട് പ്രിയമായിരിക്കുക. താങ്കൾ ഞാൻ തന്നെയാണ്. എൻ്റെ ആത്മാവിൽ നിന്ന് തന്നെ ഉടലെടുത്തതാണ്. സമസ്ത വിജ്ഞാനങ്ങളുടെയും സ്വരൂപമായിരിക്കുന്നവനും ആണ്. അതുകൊണ്ട് അങ്ങയുടെ ആത്മരൂപത്തിനുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന ഈ ലോകത്തെയും സകലവിധമായ പ്രജകളെയും മുൻവിധം പോലെ തന്നെ സൃഷ്ടിച്ചാലും. മൈത്രേയ മുനി പറഞ്ഞു, അങ്ങനെ ഈ ചരാചര ലോകത്തിനെ സൃഷ്ടിക്കാനുള്ള ചേതന ബ്രഹ്മദേവന് നൽകിക്കൊണ്ട് സർവ്വതിൻ്റെയും നിയന്താവായ കഞ്ചനാഭൻ തൻ്റെ സ്വകീയമായ രൂപത്തോടെ അന്തർദാനം ചെയ്തു. ഇതോടുകൂടി 3-ാം സ്കന്ധത്തിലെ 9-ാം അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.